ഹേ ഗൈസ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്നൊരു ഈവനിങ് നമ്മൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ എടപ്പള്ളി തിരുനാളാണ് കേട്ടോ, ഈ മെയ് 3ഉം 4ഉം. അപ്പോൾ ഇന്നലെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ലേ, അതായത് മെയ് 3-ാം തീയതി. അപ്പോൾ വിചാരിച്ചു ഇന്ന് പോവാമെന്ന്. റോഡിലൊക്കെ നല്ല ബ്ലോക്കാണ് കേട്ടോ. നമ്മൾ പത്തടിപ്പാലത്ത് നിന്ന് എടുത്തപ്പോൾ തൊട്ട് ബ്ലോക്കാണ്. എടപ്പള്ളി പള്ളിയുടെ ആ സൈഡ് വരെ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ എന്താ, ഇപ്പുറത്തെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ പടക്കൊക്കെ വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ പടക്കങ്ങളുണ്ടല്ലോ, മിന്നി മിന്നി കത്തുന്ന പടക്കം, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വണ്ടിയും പള്ളിയുടെ കോമ്പൗണ്ടിലേക്കൊന്നും കടത്തുന്നില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയ സമയത്ത് പെരുന്നാളിന് അന്നല്ല പോയത്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ കോമ്പൗണ്ടിലേക്കൊക്കെ കിടക്കാൻ പറ്റുമായിരുന്നു. അപ്പം ഇത്തവണ ഇങ്ങോട്ട് ഈ ഒരു പരിസരത്തൊന്നും വണ്ടി നിർത്താൻ പറ്റില്ല. അപ്പോൾ കുറച്ച് പാടുപെട്ട് നമ്മൾ വേറൊരു സൈഡിലാട്ടോ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്ന് പള്ളി കയറി. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫുൾ ലൈറ്റൊക്കെ ഇട്ട് എന്ത് ഭംഗിയാണ് കാണാൻ. ഭയങ്കര തലയെടുപ്പോടുകൂടെ നിൽക്കുക കേട്ടോ. എന്ത് രസമാണ് കാണാൻ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫുൾ ലൈറ്റും പള്ളിയിലും അതുപോലെ തന്നെ ചുറ്റുമുള്ള മരത്തിലൊക്കെ നല്ല ആ ഒരു മരം കാണാൻ തന്നെ രസമല്ലേ. അവിടെയൊക്കെ ചുറ്റി 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 ഇങ്ങനെ മിന്നി മിന്നി ലൈറ്റൊക്കെ വെച്ച് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പെരുന്നാളിൻ്റെ കറക്റ്റ് ഡേ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ ആ സമയത്ത് നാട്ടിലായിരുന്നു. പക്ഷേ ഞാൻ തിരിച്ച് വന്ന സമയത്ത് ഇവിടെ ഈ കച്ചവടം പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് ഒരു പെരുന്നാൾ കഴിഞ്ഞൊരു 1 വീക്ക് 2 വീക്ക് കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പോഴും അവിടെ കച്ചവടക്കാർ സ്റ്റിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങി നടന്ന് ഫുഡും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ഐറ്റംസൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു മറ്റേ ഇഡ്ലിക്കുട്ടനും അതുപോലെ തന്നെ കുറച്ച് ഇയറിങ്സും മറ്റേ പാത്രങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, മൺചട്ടി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇത്ര പെട്ടെന്ന് ഒരു വർഷം കടന്നു പോയത് എനിക്ക് കഴിഞ്ഞ ആഴ്ച ഈ ഒരു പരിപാടി കഴിഞ്ഞ പോലെ തോന്നുക കേട്ടോ. അപ്പം ഞാൻ ഇപ്രാവശ്യം പെരുന്നാളിൻ്റെ ഈ ഒരു ബോർഡൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവം ഇതല്ലേ ഇപ്പം അടുത്തങ്ങ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എന്നുള്ളൊരു ധാരണയായിരുന്നു. ഇത്ര പെട്ടെന്ന് വർഷമൊക്കെ കടന്നു പോകുന്ന ഒരു പിടുത്തമില്ല. പിന്നെ ആ കയറി വരുന്ന സൈഡിൽ തന്നെ റിബണും അതുപോലെ തന്നെ കയറൊക്കെ കിട്ടി ഇങ്ങനെ ഒരു അതിര് തിരിച്ചിട്ടുണ്ട് കേട്ടോ, മറ്റേ പടക്കം പൊട്ടിക്കാനുള്ള സംഭവങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ പള്ളിയുടെ ഈ ഒരു മേലേക്ക് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കയറാൻ ഉദ്ദേശിച്ചതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്ന ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു. കാരണം ഈ ഒരു പള്ളി ഈ ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നല്ലൊരു ഭംഗിയുള്ളൊരു ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ കിട്ടിയ ഫോട്ടോ ഒരു വയസ്സത്തിന് കൊള്ളില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ക്ലൈമറ്റും ലൈറ്റും ഒക്കെ അങ്ങനെ തന്നെയല്ലേ, അതുകൊണ്ട് ഫോട്ടോ ഒന്നും സ്റ്റിൽ ക്ലിയർ ഇല്ലായിരുന്നു. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ കണ്ടു. പിന്നെ പ്രത്യേകിച്ച് നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര പുഴുക്കമായിരുന്നു, അതായത് അവിഞ്ഞുന്ന ഒരു ഇങ്ങനെ വേവുന്ന ഒരു പുഴുക്കം. അപ്പോൾ പക്ഷേ വെയിലില്ല, അതന്നെ വലിയൊരു കാര്യം. ഈവനിങ് ആണല്ലോ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ വെയിലുണ്ടായിരുന്നില്ല, പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞത് കേട്ടോ, അതിന് സ്ക്രീൻഷോട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് കുറച്ച് എന്താ പറയുക ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ കുറേ പൊരിയും അതുപോലെ തന്നെ ബജ്ജി, പോപ്കോൺ, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ഈ ബജ്ജിയുടെ മുളക് കണ്ടോ, എന്ത് രസമാണ് കാണാൻ, നല്ല ഭംഗിയില്ലേ കാണാൻ. പ്ലാസ്റ്റിക് മുളക് പോലെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. നല്ല എൻ്റെ ഫേവറേറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കളറ്. ഫേവറേറ്റല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കളറ്. അപ്പം മുളകിൻ്റെ കളറ് ഞാൻ ആക്ച്വലി വിചാരിച്ചിട്ടുണ്ടായിരുന്നു മെയ് 3-ാം തീയതി മാത്രമാണ് പെരുന്നാൾ കേട്ടോ. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് ബോർഡ് കണ്ടപ്പോൾ മനസ്സിലായത് മെയ് 3ഉം 4ഉം തിരുനാളാണെന്ന് കേട്ടോ. അങ്ങനെ ഈ നടക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കണ്ണിൽ ഉടക്കിയൊരു ഐറ്റമാണ് ഈ ഒരു കാണുന്ന മാംഗോൻ്റെ ജെല്ലി കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ, അതിൻ്റെ ബോട്ടിലും ആ കളറൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ പിടിച്ച് പീച്ചൊക്കെ ചെയ്തിട്ടോ, നല്ല രസമുണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നുമില്ല, ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു കരിമ്പ് ജ്യൂസില്ല, ആ ഒരു കരിമ്പ് ജ്യൂസും കുടിച്ച് പിന്നെ ഈ ഒരു പരിപാടി കാണാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. ഇതെന്താ സംഭവം എനിക്കറിയില്ല. അങ്ങനെ ഓരോ ഇടവക പള്ളിയിലത്തെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പോകുന്ന ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ അറിയാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞ് കൊളാക്കുന്നില്ല. ഞാനത് കണ്ട് ആസ്വദിച്ചു. ഓരോ ടീംസ് വരുമ്പോൾ അതിങ്ങനെ വീഡിയോസ് ഇരിക്കുന്ന കേട്ടോ.
ഒരു ടീം വന്നപ്പോൾ ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുരിശൊക്കെ കൈപിടിച്ച് അച്ഛന്മാരും അവരെ പുറകെ പിന്നെ കുടയൊക്കെ പിടിച്ച് കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ താലം പിടിക്കുന്ന പോലെ അവരിങ്ങനെ കുടം പിടിക്കുന്ന പരിപാടി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫസ്റ്റ് അനുഭവമാണ് ഇങ്ങനെ ഇതൊക്കെ നേരിട്ട് കാണുന്നത് കേട്ടോ. നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്കുണ്ടായിരുന്ന ആ സമയത്ത്. അപ്പോൾ ഞാനെല്ലാം ഒരുവിധം ഇങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ മേലെ നിന്നിട്ട് ഇങ്ങനെ കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എനിക്ക് തോന്നുന്നു ഈ കുട പിടിക്കുന്ന ഈ ഒരു സംഭവം ഇത് നേർച്ചയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇനി അറിയുന്നവരെന്തായാലും ഒന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്കറിയില്ല അതിനെക്കുറിച്ച് എന്താണെന്ന്. എനിക്ക് മനസ്സിലായൊരു കാര്യം ഇത് നേർച്ചയാണെന്ന് തോന്നുന്നു. നമ്മൾ താലമൊക്കെ പിടിക്കില്ല അമ്പലത്തിൽ, അതേപോലെ ഇവർ കുട പിടിക്കുന്നൊരു പരിപാടിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരുപാട് ടീമുണ്ട് കേട്ടോ. ഓരോ ടീം പോകുമ്പോൾ അടുത്തടുത്ത ടീം ഇങ്ങനെ വരികയാണ്. അപ്പം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പം ഞാൻ കുറേ നേരം അതിങ്ങനെ വീഡിയോസൊക്കെ എടുത്തിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. പല നിറത്തിലുള്ള കുടകളൊക്കെ പിടിച്ച് പിള്ളേരും വലിയ ആൾക്കാരും അപ്പൂപ്പന്മാരും ചേട്ടന്മാരും എല്ലാവരും ഈ ഒരു കുട പിടിച്ചിട്ടാണ് വരുന്നത്. അപ്പം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു, നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ കയറി നിന്നിട്ട് കുറച്ച്, പക്ഷേ നല്ല സ്ഥലം, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ പാകത്തിനൊരു സ്പോട്ടും കിട്ടി. അപ്പം ഞാൻ കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ.
കുറച്ച് നേരം അതൊക്കെ കണ്ടിട്ട് ഞാൻ ഫ്രണ്ടിലോട്ട് വന്നു കേട്ടോ. ഫ്രണ്ടിൽ വന്നപ്പോൾ ഇവിടെ വലിയൊരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ, തിരുനാൾ മെയ് 3, 4 എന്നൊക്കെ എഴുതിയിട്ട് വലിയൊരു ബോർഡും കാര്യങ്ങളൊക്കെ മെയിൻ എൻട്രൻസിൽ തന്നെ ഉണ്ട് കേട്ടോ. മെയിൻ എൻട്രൻസ് മാത്രമല്ല, എല്ലാ എൻട്രൻസിലും ഈ ഒരു ബോർഡുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് കേട്ടോ, അതായത് അപ്പുറത്തെ സൈഡിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പം ഒരുപാട് പോലീസൊക്കെ ഉണ്ട് കേട്ടോ, ചുറ്റിലും ഓരോ സൈഡിലും പോലീസുകാരുണ്ട്. അതായത് ട്രാഫിക് നിയന്ത്രിക്കാനും പിന്നെ അപ്പുറത്തെ സൈഡിലും ഓരോ ഏരിയയിലും 5-6 പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ, ഫുൾ ക്രൗഡ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം ഇതൊക്കെ കണ്ടു. കണ്ടില്ലേ ഇങ്ങനെ ഒരു ബോർഡിൽ. ഇത് കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് സത്യം പറഞ്ഞാൽ മെയ് 4-നും ഉണ്ട് എന്നുള്ള പരിപാടി ഉണ്ട് എന്നുള്ള കാര്യം. കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ പോലീസുകാരൊക്കെ ഇങ്ങനെ നിന്ന് അവിടുന്ന് ഇങ്ങനെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇവർ ഓരോ ടീംസ് ഇങ്ങനെ ക്രോസ് ചെയ്ത് വരിക കേട്ടോ. അപ്പം ട്രാഫിക് നിയന്ത്രിക്കാൻ നല്ല രീതിക്ക് പോലീസുകാരുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇങ്ങനെ വരുന്ന ഓരോ ടീംസ് വരുന്നത്. അങ്ങനെ അപ്പം നമ്മൾ കുറച്ച് നേരം അവിടുത്തെ എന്താ ഇതെവിടുന്നാണ് ഇങ്ങനെ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് കേട്ടോ. കാരണം ഇവർ ഏത് സൈഡിൽ നിന്നാണ് വരുന്നതെന്ന് അറിയുന്നില്ലല്ലോ. അപ്പം ഞാൻ കുറച്ച് നേരം അതൊക്കെ നോക്കിയപ്പോൾ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും അപ്പുറത്തെ സൈഡിൽ ഒന്നും കൂടെ ഒന്ന് പോയിട്ട് ഒന്ന് പരതി നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ ഇയറിങ്സിൻ്റെ ഒരു ഷോപ്പിൽ കയറിയിട്ടോ. അപ്പം ഞാൻ 2-3 ഇയറിങ്സ് നോക്കി, പക്ഷെ അതിനൊക്കെ 60 ആട്ടോ, ഓരോ കമ്മലിനും 60 അപ്പോൾ ഞാൻ ജസ്റ്റ് അപ്പുറത്തും കൂടെ പോയി നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലായിടത്തും 60 തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഞാൻ ഒരെണ്ണം എടുത്തു. പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ GPay വർക്ക് ചെയ്യുന്നില്ല. GPay എന്നല്ല, ഒരു സാധനം വർക്ക് ചെയ്യുന്നില്ല. അത്രയ്ക്ക് നെറ്റ് കണക്ഷൻ തന്നെ കിട്ടുന്നില്ല കേട്ടോ. ഞാൻ കുറേ നേരം നോക്കി, ഒരു രക്ഷയില്ല. അവസാനം ഞാനത് പറഞ്ഞു, ചേട്ടാ അത് കാശ് പോകുന്നില്ല, ഇത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചവിടെ കൊടുത്തിട്ട് പോരുക ചെയ്തിട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സാധനം വാങ്ങാൻ പറ്റിയില്ല. കാരണം നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു സാധനം അതിൻ്റെ ഉള്ളിലില്ലായിരുന്നു. കാരണം ഇത്രയും ക്രൗഡും കാര്യങ്ങളൊക്കെ അല്ലേ. അതുകൊണ്ട് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു സാധനം ആ വഴിയേ ഇല്ല കേട്ടോ. അപ്പം ഞാൻ കുറേ നേരം നോക്കി പുറത്തിറങ്ങിയ ശേഷമാണ് എനിക്കൊന്ന് ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ബാലൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റിയത് കേട്ടോ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഒന്നും കൂടെ ഒരു വീഡിയോസൊക്കെ എടുത്ത് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ച് വീട്ടിലോട്ട് പോരുക കേട്ടോ ചെയ്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ, സീ യു.